ഇൻ നോമിനി പാത്രിസ് എത് ഫിലി എത് സ്പിരിത്തുസ് സാങ്ക്തി ആമേൻ. ശിഥിലീകരണ സൂനോദോസിൻ്റെ പരമ്പരയുടെ 13-ാം ഭാഗം. 12-ാം ഭാഗത്ത് നാം കണ്ടത് എങ്ങനെയാണ് വത്തിക്കാൻ II കൗൺസിലിലൂടെ ആരാധനാക്രമങ്ങളും പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയും പുരോഹിതരുടെയും ബിഷപ്പ്മാരുടെയും ഓർഡിനേഷൻ റൈറ്റ്സ് എല്ലാം മാറ്റിമറിച്ചത് എങ്ങനെയാണെന്നാണ് നാം കണ്ടത്. 13-ാമത്തെ ഭാഗത്ത് നാം ഇന്ന് മനസ്സിലാക്കുന്നത് 59-ൽ വത്തിക്കാൻ II പ്രഖ്യാപിച്ചതിന് ശേഷം 2 വർഷക്കാലം ഈ കൗൺസിലിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രിപ്പറേഷൻ നടന്നിരുന്നു. പക്ഷേ അതിശയകരമായി നമ്മെ പഠിക്കുന്നവരെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്, ഇതൊന്നും തന്നെ വത്തിക്കാൻ IIൽ പ്രാബല്യത്തിൽ വന്നില്ല. നമ്മൾ ശ്രദ്ധയോടെ വത്തിക്കാൻ II നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ ആരോ പുറത്തുനിന്ന് നിർദ്ദേശിക്കുന്നത് പോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കിതിൻ്റെ ഈ കാര്യങ്ങൾ, ഈ നടപ്പിലായ കാര്യങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളാണ്. അതായത് കത്തോലിക്ക സഭയെ തകർക്കാനായിട്ട് ഏറ്റവും ആവശ്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, വിശുദ്ധ കുർബാന ശിഥിലീകരിക്കുക, വിശുദ്ധ കുർബാനയെ ഇല്ലാതാക്കുക. 2, പരിശുദ്ധ കന്യകാമറിയത്തിന് ദൈവം കൊടുത്ത സ്ഥാനം ഇറക്കുക. ഇത് 2 നടക്കാതെ കത്തോലിക്ക സഭയെ തകർക്കാൻ പറ്റില്ല എന്ന് ദുഷ്ടശക്തികൾക്കറിയാം. അപ്പോൾ ഈ പരിശുദ്ധ കുർബാനയെ ദിനംപ്രതി അവഹേളിക്കാനും നിന്ദിക്കാനും, അതുപോലെ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്ത സ്ഥാനത്തു നിന്ന് ഇറക്കാനും നടത്തിയ ഈ പദ്ധതികൾ ആണ് നമ്മൾ ഈ എപ്പിസോഡിൽ 13-ാമത്തെ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നാം അവലോകനം ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഏകദേശം 2 നൂറ്റാണ്ടോളമായി ഫ്രീമേസൺ ആശയങ്ങൾ, ലിബറലിസം, മോഡേണിസം എന്നിവ തിരുസഭയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നത്. അവയുടെ ലക്ഷ്യം സഭയുടെ പാരമ്പര്യങ്ങൾ, ആരാധനാക്രമം, പ്രേക്ഷിത ദൗത്യം എന്നിവയിൽ മാറ്റം വരുത്തുക എന്നതാണ്. 2-ാം വത്തിക്കാൻ സൂനോദോസിലൂടെ അവർ തങ്ങളുടെ ലക്ഷ്യം നേടിയെങ്കിലും ഇതിൻ്റെയെല്ലാം വേരുകൾ 2-ാം വത്തിക്കാൻ സൂനോദോസിന് 1 നൂറ്റാണ്ട് മുമ്പ് തന്നെ തിരുസഭയിൽ ആഴ്ന്നിറങ്ങാൻ തുടങ്ങിയിരുന്നു എന്നതാണ് സത്യം. 1800 മുതൽ 1831 വരെയുള്ള കാലഘട്ടത്തിൽ ഇറ്റലിയിൽ രൂപം കൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ച ഒരു രഹസ്യ ഫ്രീമേസൺ സംഘടനയാണ് കാർബോണാറി. കത്തോലിക്ക തിരുസഭയിൽ അട്ടിമറി നടത്താൻ ഫ്രീമേസൺ സംഘടന പദ്ധതിയിട്ടതിൻ്റെ രൂപരേഖയാണ് ആൾത്ത വെന്തിത്ത. 1832 ഗ്രിഗറി 16-ാമൻ മാർപ്പാപ്പ മെറാരിവോസ് എന്ന ഒരു ചാക്രിക ലേഖനത്തിലൂടെ ഫ്രീമാസൺ ആശയങ്ങളെ വിലക്കുകയും ശപിച്ചു തള്ളുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ടത് വൈദികരുടെ ബ്രഹ്മചര്യത്തിനെതിരായുള്ള ഗൂഢാലോചന, 2 വിവാഹത്തിൻ്റെ പരിശുദ്ധിയെ തകർക്കുന്നതും വിവാഹമോചനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ ആശയങ്ങൾ എന്നിവയാണ്. 1846 നവംബർ 9-ന് 9-ാം പിയൂസ് മാർപ്പാപ്പ കുയി പ്ലൂരിബൂസ് എന്ന ചാക്രിക ലേഖനത്തിലൂടെ റേഷണലിസം, പാന്തേയിസം, സോഷ്യലിസം, കമ്മ്യൂണിസം എന്നീ വാദങ്ങളെക്കുറിച്ച് എല്ലാ വൈദികർക്കും ബിഷപ്പ്മാർക്കും മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാർബോണാറി എന്ന രഹസ്യ ഫ്രീമേസൺ സംഘടനയെയും അതിൻ്റെ മറവിൽ പുറത്തിറക്കിയ തിരുസഭാ വിരുദ്ധമായ ആൾത്ത വെന്തിത്ത എന്ന അവരുടെ മാനിഫെസ്റ്റോ അഥവാ നയതന്ത്ര പ്രവർത്തനങ്ങളെയും ശപിച്ചു തള്ളുകയും ചെയ്തു. തിരുസഭയെ തകർക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ആൽക്കിമിസം, മന്ത്രവാദം, മാജിക് തുടങ്ങിയ പ്രാകൃത സാത്താനികമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായ റോസ്ക്രൂഷ്യനിസം എന്ന സംഘടനയെ ആസ്ഥാനമാക്കിയാണ്
സാത്താനിസ്റ്റുകളായ ഫ്രീമേസൺ സംഘടനയുടെ വളർച്ച. അവരുടെ മുദ്രയിലുള്ള ഒരു കണ്ണ് ലോകം മുഴുവനെയും വീക്ഷിക്കുന്ന ലൂസിഫറിൻ്റെ കണ്ണാണ്. ആൽത്ത വെന്തിത്തായിലെ പദ്ധതികൾ ഇപ്രകാരമായിരുന്നു: സെമിനാരികളിൽ നുഴഞ്ഞു കയറുക, വൈദിക വിദ്യാർത്ഥികളുടെയും യുവ വൈദികരെയും സ്വാധീനിച്ച് വിശ്വാസവും ലക്ഷ്യബോധവും നഷ്ടപ്പെടുത്തുക, അവരെ ബിഷപ്പ്മാരും കർദിനാൾമാരുമാക്കുക. അങ്ങനെ നാം ആഗ്രഹിക്കുന്ന തരത്തിലുള്ളതും നമ്മുടെ ഗണത്തിൽപ്പെട്ടതുമായ ഒരു മാർപ്പാപ്പയെ അവരിൽ നിന്നും തിരഞ്ഞെടുക്കുക. മാർപ്പാപ്പയുടെ മേലും കത്തോലിക്ക സഭയുടെ മേലും പൂർണ്ണ നിയന്ത്രണം സാധിച്ചെടുക്കുക. ഫ്രീമാസൺസിൻ്റെ ലക്ഷ്യം തന്നെ കത്തോലിക്ക സഭയിൽ വളരെ രഹസ്യമായി നുഴഞ്ഞു കയറി വേരുറപ്പിക്കുക, തിരുസഭയെ അതിൻ്റെ യഥാർത്ഥ പാരമ്പര്യങ്ങളിൽ നിന്നും അടർത്തി മാറ്റുക എന്നതായിരുന്നു. എന്താണ് കത്തോലിക്ക തിരുസഭയുടെ പാരമ്പര്യങ്ങളിൽ പ്രധാനപ്പെട്ടത്? പരിശുദ്ധ കുർബാന. ഈ പരിശുദ്ധ കുർബാനയെ വഹിക്കാൻ അധികാരമുള്ള പൗരോഹിത്യം. 3, പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി. പുറമേ നിന്ന് വീക്ഷിക്കുമ്പോൾ കത്തോലിക്ക സഭയെ വളർത്തുന്നതായും പരിപോഷിപ്പിക്കുന്നതായും തോന്നത്തക്ക വിധമാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. എങ്കിലും ഒരു പുതിയ മതം, അതായത് ഏകമതം എന്നതാണ് അവരുടെ സ്വപ്നം. അതിൻ്റെ സാക്ഷാത്കാരത്തിനായി എല്ലാ മതങ്ങളും ഒന്നാണെന്നും എല്ലാ മതങ്ങളിലും രക്ഷയുണ്ട് എന്നും കത്തോലിക്കരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. ഏകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിപ്പിക്കുകയാണ് ഇതിന് പിന്നിലെ തന്ത്രം. കത്തോലിക്ക തിരുസഭ വേത്തൂസ് ഓർദോ സെക്കുലോറം ആണ്. എന്നാൽ ഫ്രീമേസൺ സംഘടന വിഭാവനം ചെയ്യുന്ന സഭ നോവൂസ് ഓർദോ സെക്കുലോറം ആണ്. തിരുസഭയുടെ ആസന്ന ഭാവിയെക്കുറിച്ച് മുൻകൂട്ടി വെളിപാട് ലഭിച്ച ലിയോ 13 മാർപ്പാപ്പ തൻ്റെ ഹ്യൂമാനും ജനുസ് എന്ന ചാക്രിക ലേഖനത്തിലൂടെ റിലേറ്റിവിസത്തിൻ്റെയും ഫ്രീമേസൺ സംഘടനയുടെയും ധാർമ്മികവും തത്വചിന്തപരവുമായ സിദ്ധാന്തങ്ങളെ ശപിച്ചു തള്ളിയിരുന്നു. ഫ്രീമേസൺ സംഘടനയിൽ അംഗത്വമെടുക്കുന്ന ക്രിസ്ത്യാനികൾ കത്തോലിക്ക തിരുസഭയിൽ നിന്നും ഇപ്സോ ഫാക്ടോ എക്സ് കമ്മ്യൂണിക്കേഷൻ നിയമമനുസരിച്ച് സ്വയം പുറത്താക്കപ്പെടും എന്ന വിധിയും പ്രഖ്യാപിച്ചിരുന്നു. ലിയോ 13 മാർപ്പാപ്പ തൻ്റെ ഭരണകാലത്ത് ഫ്രീമേസൺ സംഘടനയ്ക്കെതിരെ 4 ചാക്രിക ലേഖനങ്ങൾ എഴുതിയിരുന്നു. എന്നാൽ 1903 അദ്ദേഹത്തിൻ്റെ മരണശേഷം പല വൈദികരും ബിഷപ്പ്മാരും രഹസ്യത്തിൽ ഫ്രീമേസൺ ആശയങ്ങൾ സ്വീകരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഫ്രീമേസൺ സംഘടനയുടെ മറ്റു ലക്ഷ്യങ്ങൾ പാന്തയിസ്റ്റിക്, നാച്ചുറലിസ്റ്റിക്, യൂണിവേഴ്സലിസ്റ്റിക് എന്നീ സിദ്ധാന്തങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പ്ലൂരലിസം, മറ്റു മതങ്ങളിലുള്ള വൈവിധ്യത എന്നിവ ദൈവത്തിൻ്റെ തന്നെ ഹിതമായിരുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മാർപ്പാപ്പയെ വാർത്തെടുക്കുക എന്നതായിരുന്നു. ഇന്നത്തെ തിരുസഭാ സംവിധാനങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫ്രീമേസൺ സംഘടനയുടെ ഈ ലക്ഷ്യം അബുദാബി കരാറിലൂടെ നേടിക്കഴിഞ്ഞു എന്നതാണ്. അബുദാബി ഡിക്ലറേഷൻ, ലൂമൻ ജെൻസിയം, ദിഗ്നിതാത്തിസ് ഉമാനെ, നോസ്ത്ര എത്താത്തെ എന്നിങ്ങനെയുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ പ്രമാണരേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കരാറുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വർഗം ആഗ്രഹിക്കാതിരുന്ന ഈ സുനോദോസ് വഴി കത്തോലിക്ക തിരുസഭ ഹൈജാക്ക് ചെയ്യപ്പെട്ടു, അഥവാ തിരുസഭയുടെ ദിശ തന്നെ മാറ്റപ്പെട്ടു എന്നത് സത്യമാണ്. എന്നാൽ ഇത് എങ്ങനെ, ആര് വഴി സംഭവിച്ചു എന്ന് വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്
ഈ സുനോദോസിൻ്റെ മുഖ്യ സാരഥികൾ ജോൺ 23 മാർപ്പാപ്പയും അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളായ ഫാദർ മൊന്തിനി, ഫാദർ അഗസ്റ്റിൻ ബേയ, ഫാദർ അന്നിബലെ ബുഞ്ഞിനി എന്നിവരായിരുന്നു. ഇവർ 3 പേരും പുറമേ നിന്ന് കൊണ്ടുവന്ന ഫ്രീമാസൺ രഹസ്യ അജണ്ടയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിലൂടെ പ്രാവർത്തികമാക്കപ്പെട്ടത്. അങ്ങനെ ഹെർമനോട്ടിക് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി സ്ഥാപിതമാവാൻ വേണ്ടി 59 മുതൽ തന്നെ അവർ പല പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്നു. അതിൽ ഒന്നാമത് ലിയോ 13 ഭാവിയിൽ തിരുസഭയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുണ്ടായ ദർശനം സഭയുടെ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാത്താൻ സഭയെ തകർക്കാൻ സമയം ചോദിക്കുകയും എത്ര സമയമാണെന്ന് ചോദിച്ചപ്പോൾ 75 മുതൽ 100 വർഷം വരെയാണ് സമയം ചോദിച്ചതും. അങ്ങനെ ആ ബീഭത്സമായ ഭയപ്പെടുത്തുന്നതായ ആ ദർശനത്തിന് ശേഷം ലിയോ 13 മാർപ്പാപ്പ ആ ദർശനത്തിന് ശേഷം ഉടനെ മിസ്റ്റർ മിഖായേലിനെ ഉള്ള പ്രാർത്ഥന രചിച്ചു. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 12 അധ്യായത്തിൽ 1-2 തിരുവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മഹാപ്രഭുവായ മിഖായേൽ അന്ന് ഉണർന്നെഴുന്നേൽക്കും എന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാൻ ഇടയില്ലാത്തതുമായ ഉഗ്രപീഡനം, അന്തിക്രിസ്തുവിൻ്റെ പീഡനം. ആ സമയത്ത് മഹാപ്രഭുവായ മിഖായേൽ ഉണർന്നെഴുന്നേൽക്കുമെന്നാണ് പറയുന്നത്. മഹാപ്രഭു ഉണർന്ന് എഴുന്നേൽക്കണമെങ്കിൽ മാർപ്പാപ്പ മഹാപ്രഭുവിനെ ഉത്തരവാദിത്തപ്പെടുത്തണം. ആ ഉത്തരവാദിത്തപ്പെടുത്തിയ പ്രാർത്ഥനയാണ് വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന രചിച്ച് എല്ലാ സെമിനാരികളിലും എല്ലാ വൈദികരോടും കൊടുത്ത നിർദ്ദേശം, നിങ്ങൾ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആ കമ്മ്യൂണിറ്റിയുമായി ചേർന്ന് ഈ പ്രാർത്ഥന ചെല്ലണം മിഖായേലിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഇവരാദ്യമായി നടപ്പിലാക്കിയത് കത്തോലിക്ക തിരുസഭയുടെ സംരക്ഷകനായ വിശുദ്ധ മിഖായേലിനോടുള്ള സകല പ്രാർത്ഥനകളും സ്നേഹാദരവുകളും വിശുദ്ധ ബലിയിൽ നിന്നും പരിശുദ്ധ ബലിയിൽ നിന്നും തിരുസഭയുടെ മറ്റു പ്രാർത്ഥനകളിൽ നിന്നും പൂർണ്ണമായും മാറ്റി വിശുദ്ധ മിഖായേലിൻ്റെ രൂപങ്ങൾ നീക്കം ചെയ്യുക, അത് ക്രിസ്തുവിൽ നിന്നും ശ്രദ്ധ തിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിക്കുക. നമുക്ക് കാണാൻ സാധിക്കുക 1884+75 1959. ചരിത്രം പറയുന്നത് 59 മുതൽ മിഖായേലിൻ്റെ പ്രാർത്ഥന നിർത്തലാക്കി. എല്ലാ കാര്യങ്ങളും നടന്നതിന് ശേഷം ഇപ്പോൾ കുറച്ച് നാൾക്ക് മുമ്പൊക്കെയാണ് മിഖായേലിൻ്റെ പ്രാർത്ഥന പുറത്തു വന്നതും. വിമലഹൃദയത്തിൻ്റെ മക്കളാണ് അതിൻ്റെ പൂർണ്ണ രൂപം. 33 കുരിശ് വരച്ചുള്ള മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന മലയാളത്തിൽ അത് പ്രസിദ്ധീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചതും എന്നൊക്കെ ഈ സമയം ശ്രദ്ധേയമാണ്. അടുത്തതായിട്ട് രണ്ടാമത്തെ, നമുക്ക് അക്കമിട്ട് പറയുകയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം, തിരുസഭയിൽ ആചരിക്കുന്ന സകല പ്രാശ്ചിത്ത പ്രവൃത്തികളും മെല്ലെ 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 നിർത്തലാക്കുക. വെള്ളിയാഴ്ചകളിലെ മാംസവർജനം, ഉപവാസം 1 മണിക്കൂറായി വെട്ടിക്കുറച്ചു. ഇപ്പോൾ ആഷ് വെഡ്നെസ്ഡേയും ഗുഡ് ഫ്രൈഡേയും മാത്രമേ ഇപ്പോൾ ഈ ഉപവാസവും അബ്സ്റ്റിനൻസും നിർബന്ധമായുള്ളൂ. കുർബാന സ്വീകരണത്തിന് 1 മണിക്കൂർ ഉപവാസത്തിലേക്ക് വെട്ടിച്ചുരുക്കി. ഇതെല്ലാം വെറും അനാവശ്യമാണെന്ന് പ്രചരിപ്പിക്കുക, പഠിപ്പിക്കുക. കാലത്തുണ്ടാകുന്ന പ്രസംഗങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ പറഞ്ഞ് അവരെ പഠിപ്പിക്കുക, സ്വയം പരിത്യജിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ വ്യാപൃതരാകുക. യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാപപരിഹാരം ചെയ്തു. അതുകൊണ്ട് നമ്മുടെ പ്രയത്നങ്ങളൊക്കെ പ്രയോജനരഹിതമാണെന്ന് പഠിപ്പിക്കുക. ഇത് പ്രൊട്ടസ്റ്റൻ്റ് ആശയമാണ്. നമ്മൾ എന്ത് ചെയ്താലും അതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്നുള്ളതാണ് ലൂഥറിൻ്റെ ആശയങ്ങൾ. മൂന്നാമത്തെ, കുർബാന അർപ്പണത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തുവാൻ പ്രൊട്ടസ്റ്റൻ്റ് ചിന്താഗതിക്കാരെ ഉൾപ്പെടുത്തുക. നമുക്കറിയാം 6 പ്രൊട്ടസ്റ്റൻ്റ് തിയോളജിൻ്റെ സഹായത്തോടെയാണ് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പരിശുദ്ധ ബലി
നോവസ് ഓർദോ പുതിയ കുർബാനക്രമം എഴുതപ്പെട്ടത്. ആ പരിഷ്കാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പരിശുദ്ധ കുർബാന, ഇപ്പോൾ സുറിയാനി ഭാഷയിൽ പറയാൻ കുർബാന എന്ന് പറഞ്ഞാൽ അത് ബലിയാണ്, സാക്രിഫൈസാണ്. പക്ഷേ ഈ നോവസ് ഓർദോ മിസയിലെ വാക്കുകളിൽ ഭൂരിഭാഗം നമുക്ക് കാണാൻ സാധിക്കുക അത് ഓർമ്മയാചരണം, താങ്ക്സ് ഗിവിങ്, ഓർമ്മയാചരണത്തിൻ്റെ വിശുദ്ധ ഭോജനം, കുർബാന വെറും ഒരു അപ്പമാണെന്നും അതിൽ യേശുവിൻ്റെ സാന്നിധ്യമില്ല എന്നൊക്കെ പഠിപ്പിക്കുക. 4, പരിശുദ്ധ കുർബാനയിൽ നിഗൂഢതയുടെയും ബഹുമാനത്തിൻ്റെയും വികാരം ജനിപ്പിക്കുന്ന ലത്തീൻ പദങ്ങളും അർപ്പണ ഗാനങ്ങളും ഗ്രിഗോറിയൻ ചാൻറ്റുകളെല്ലാം നീക്കം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. എന്തായാലും അതെല്ലാം ഇപ്പോൾ അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഇതൊക്കെ വെറുതെ നിരർത്ഥക ജൽപ്പനങ്ങളാണെന്ന് പ്രചരിപ്പിക്കുക. ഇതുവഴി പുരോഹിതൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഇടിച്ചു കാണിക്കുവാനും ബഹുമാനം ഇല്ലാതാക്കുവാനും കഴിയും. 5, സ്ത്രീകളുടെ മുടി മാദകത്വം ജനിപ്പിക്കുന്നതാകയാൽ ദേവാലയങ്ങളിലും മറ്റും പ്രാർത്ഥിക്കുമ്പോൾ സ്ത്രീകൾ ശിരസ് മറയ്ക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുക. ഇന്നൊക്കെ അത് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നത്തെ ആധുനിക വസ്ത്രധാരണത്തിൽ അങ്ങനെ ശിരോവസ്ത്രം ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. സ്ത്രീ സമത്വം ഉറപ്പാക്കുന്നതിന് വനിതാ വൈദികർ ഉണ്ടാകുന്നതിന് വേണ്ടി വാദിക്കുക. അതെല്ലാം നമുക്ക് ഇക്കാലയളവിൽ നമുക്കറിയാം. സ്ത്രീ പൗരോഹിത്യത്തിന് വേണ്ടി ഒരു സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു സിനഡ്, ആമസോൺ സിനഡ് വരെ നടത്തി. സഭയുടെ ഭരണഘടന അനുസരിച്ച് അത് അനുവദനീയമാണെന്ന് സ്ഥാപിക്കുക. വനിതാ വിമോചന പ്രസ്ഥാനങ്ങൾ തുടങ്ങുക. ERW എന്നൊക്കെ ഇംഗ്ലണ്ടിൽ തുടങ്ങിയതൊക്കെ ഈക്വൽ റൈറ്റ്സ് ഫോർ വുമൺ, തുല്യവേതനം എന്ന് പറഞ്ഞ് തുടങ്ങി. അവസാനം എന്തായി? ഇംഗ്ലണ്ടിൽ തന്നെ സ്ത്രീ പുരോഹിതരും സ്ത്രീ ബിഷപ്പ്മാരും ഒക്കെ ഉണ്ടായതായി നമുക്കറിയാം. പരിശുദ്ധ കുർബാനയോട് വേണ്ടത്ര ഗൗരവവും ബഹുമാനം കാണിച്ചില്ലെങ്കിലും ഈശോ നിങ്ങളെ സ്നേഹിക്കുമെന്ന് കുട്ടികളെ ധരിപ്പിക്കുക. മുട്ടിന്മേൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന പതിവ് നിർത്തലാക്കുക. കരങ്ങൾ കൂപ്പി മുട്ടിന്മേൽ നിന്നുകൊണ്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് പകരം നിന്നുകൊണ്ട് കരങ്ങളിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം. ഇന്ന് നമ്മുടെ കാറ്റഗിസം പഠിക്കുന്ന പിള്ളേരെ കുർബാന സ്വീകരണത്തിന് സമയം വരുമ്പോൾ കരങ്ങളിൽ സ്വീകരിക്കാൻ, അതും ഇടത് കരങ്ങളിൽ സ്വീകരിക്കാനായിട്ട് പഠിപ്പിക്കുന്നു. ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേക്കുറിച്ച് നമ്മൾ വിശദമായ വീഡിയോയും സഭയുടെ പ്രബോധനങ്ങളും നമ്മൾ യൂട്യൂബിൽ ഇറക്കിയിട്ടുണ്ട്. 7, യേശുവുമായുള്ള വ്യക്തിപരമായ സംഭാഷണവും പ്രാർത്ഥനയും തടയുവാൻ ഉതകും വിധം ദേവാലയത്തിൽ പരിപാവനത നൽകുന്ന ഹെവൻലി മ്യൂസിക്, സ്വർഗീയ സംഗീതം, ഗ്രിഗോറിയൻ ചാൻഡ് ഇതൊക്കെ നിർത്തലാക്കിക്കൊണ്ട് പകരം ചടുലതയും താളപ്പൊലിമയും ബ്രേക്ക് ഡാൻസിനും മറ്റ് ഡാൻസുകൾക്കും ഉതകുന്ന രീതിയിലുള്ള ഗിത്താർ, ഡ്രംസ്, ജാസ് തുടങ്ങിയ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള, പിന്നെ നമുക്ക് പറയാം ഒരു പെട്ടിയുണ്ട്, ആ പെട്ടിയിലെ എല്ലാവിധ മ്യൂസിക്കുകളുള്ള ഓർഗൻസൊക്കെ ഇപ്പോൾ നമ്മുടെ കുർബാനയിലൊക്കെ വളരെ അടിച്ചു പൊളിച്ച് ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ആ ദേവാലയത്തിൻ്റെ ആരാധനയുടെയും പ്രാർത്ഥനയുടെയും അന്തരീക്ഷത്തെ, ദ സെറിനിറ്റി ഓഫ് ദ ചർച്ച്, ഇതുവഴി തടസ്സപ്പെടുത്തുക. പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട്, പരിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുക ഹോളി കമ്മ്യൂണിയൻ, പരിശുദ്ധ സംലയനമാണ് ആ സമയത്ത് നടക്കുന്നത്. ആ സമയത്ത് ഇതേപോലെയുള്ള ഗാനങ്ങൾ ആലപിക്കുകയും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുഹൃദയമായി എഴുന്നള്ളി വരുന്ന ദിവ്യകാരുണ്യ ഈശോ നമ്മളിൽ വന്ന് നമ്മളെ ദൈവപുത്ര സദൃശരായി രൂപാന്തരപ്പെടുത്തുന്ന ഈ അത്ഭുത നിമിഷങ്ങളെ അലങ്കോലപ്പെടുത്തുക. പലരുടെയും സോളോ ഗാനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അവസരമായിട്ടാണ് ഈ കാലങ്ങളിൽ നമ്മൾ പള്ളികളിൽ കാണുന്നത്. അഥവാ കുർബാന സ്വീകരിക്കാതെ, തിരുവോസ്തി സ്വീകരിക്കാതെ ഇരുന്ന് കാഴ്ചക്കാരായിട്ട് ഇരിക്കുന്ന ആൾക്കാരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഗാനങ്ങളൊക്കെ ഇന്ന് നാം കാണുന്നത്. അതിൻ്റെ പിന്നിലുള്ള ആശയങ്ങൾ
ഫ്രീമാസൺസിൻ്റേതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പരിശുദ്ധ ദേവമാതാവിനെ, ആ ദൈവം കൊടുത്ത സ്ഥാനം, അമലോത്ഭവ, നിത്യകന്യക, ഹൈപ്പർദൂളിയ എന്ന ബഹുമാന വാക്ക്, അതൊക്കെ അവഗണിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് വിശുദ്ധ മറിയമാക്കി മാറ്റി. വത്തിക്കാൻ II മാറ്റിയ കാര്യങ്ങളാണ് ഈ കാണുന്നത്. കുർബാനയുടെ തുടക്കത്തിൽ വിശുദ്ധ മിഖായേലിനോടൊപ്പം തന്നെ പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള പ്രാർത്ഥന, 3 ഹെയിൽ മേരി ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നുള്ള പ്രാർത്ഥനയും പരിശുദ്ധരാജ്ഞിയുടെ പ്രാർത്ഥനയും ചെല്ലുന്ന സിസ്റ്റം നിർത്തലാക്കി. നമുക്കറിയാം, അതിനുശേഷം അമലോത്ഭവ മാതാപ്പള്ളിയും ഫാത്തിമ മാതാപ്പള്ളിയും നിത്യസഹായ മാതാപ്പള്ളിയും ഒക്കെ സെയിൻറ്റ് മേരി ചർച്ചായി മാറ്റിയത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ജന്മപാപമുള്ള വ്യക്തിയാണ്. യേശുവിൻ്റെ നാമത്തിൽ വീണ്ടെടുക്കപ്പെട്ടാണ് അവർ വിശുദ്ധരാവുന്നത്. അങ്ങനെ മറിയം ജന്മപാപമുള്ളവളാക്കി മറിയത്തെ അവഹേളിക്കുന്നു. അതോടുകൂടി മറിയത്തിൻ്റെ സംരക്ഷണവും തിരുസഭയ്ക്കും പുരോഹിതർക്കും നഷ്ടപ്പെട്ടു പൊക്കോളും. ഇതൊക്കെ അവരുടെ ഐഡിയയാണ്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും മറ്റു വിശുദ്ധരുടെയും സ്തുതിഗീതങ്ങൾ ദൈവനിന്ദയ്ക്കും വിഗ്രഹാരാധനയ്ക്കും തുല്യമാണെന്ന് ധരിപ്പിക്കുക. അതിന് പകരം പ്രൊട്ടസ്റ്റൻ്റ് ഗീതങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുക. അവരുടെ ഈ മേൽ പറഞ്ഞ രീതിയിലുള്ള അടിപൊളി ഗാനങ്ങൾ ആലപിക്കാൻ ആവശ്യപ്പെടുക. അങ്ങനെ പ്രൊട്ടസ്റ്റൻ്റ് സഭയാണ് നല്ലത്, അത് കത്തോലിക്ക സഭയ്ക്ക് തുല്യമാണ് എന്നൊക്കെ വരുത്തി തീർക്കുക. ഇതൊക്കെ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ആശയങ്ങളാണ്. യേശുനാമം ഉച്ചരിച്ചുകൊണ്ടുള്ള പഴയ ഭക്തിഗാനങ്ങൾ അനുതാപത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും നയിക്കുന്നതാകയാൽ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ദൈവഭക്തിയും ദൈവാനുഭവം ഓർമ്മപ്പെടുത്തുന്നതിനാലും ഇത്തരം ഗാനങ്ങളുടെ ആലാപനം തടയുക. യേശുവിൻ്റെ നാമത്തിലുള്ള ഗാനങ്ങളൊക്കെ നിർത്തിയിട്ട് എന്തു ചെയ്യണം? മനുഷ്യസ്നേഹത്തെ മഹത്വീകരിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ പാടുവാൻ പ്രേരിപ്പിക്കുക. പഴയ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന് പഠിപ്പിക്കുക. പഴയ കുർബാന ബോറിങ്, അത് ഒത്തിരി സമയമെടുക്കണം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള ചടുലത നിറഞ്ഞ ഗാനങ്ങൾ യുവാക്കൾക്ക് ഹരമായിരിക്കും. അതുവഴിയും വിശുദ്ധ കുർബാനയെ അവഹേളിക്കാൻ സാധിക്കും. അൾത്താരകളിൽ നിന്നും എല്ലാ വിശുദ്ധരുടെയും തിരുശേഷിപ്പുകൾ മാറ്റുക. സ്ഥിരം അൾത്താരമേശ മാറ്റി സാധാരണ മേശകളിൽ ബലിയർപ്പണം പതിവാക്കുക. ഇങ്ങനെ ബലിയർപ്പിച്ച മേശകൾ വീണ്ടും സാത്താൻ ആരാധനയ്ക്കും കർത്ത കുർബാനയ്ക്കും ഉപയോഗിക്കാൻ അവസരമൊരുക്കുക. നമുക്കറിയാം, വത്തിക്കാൻ II ശേഷം ഏത് മേശയിലും, ചീട്ട് കളിക്കുന്ന മേശയായാലും കൊള്ളാം, കള്ളു കുടിക്കുന്ന മേശയായാലും കൊള്ളാം, ഏത് മേശപ്പുറത്തും കുർബാന അർപ്പിക്കാനുള്ള അനുവാദം നൽകപ്പെട്ട നമുക്കറിയാം. പല പല ന്യായീകരണങ്ങളും അതിന് നൽകപ്പെടുന്നുണ്ട്. സഭയുടെ നിയമമനുസരിച്ച് ദൈവാലയങ്ങളിൽ വിശുദ്ധരുടെ തിരുശേഷിപ്പുള്ള അൾത്താരകൾ മാത്രമേ ബലിയർപ്പണത്തിന് ഉപയോഗിക്കാവൂ എന്ന സഭയുടെ നിബന്ധന മാറ്റിമറിക്കുക. അത് മാറ്റിമറിച്ചു കഴിഞ്ഞു. ഈശോയുടെ സക്രാരിയുടെ മുമ്പിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്ന പതിവ് മാറ്റുക. അതിനെ സക്രാരി ബലിപീഠത്തിൽ നിന്നും മാറ്റുക. നമുക്കറിയാം, വത്തിക്കാൻ II ശേഷം പണിയുന്ന പല പള്ളികളിൽ ഇക്കാലയളവിലൊക്കെ പണിതുകൊണ്ടിരിക്കുന്ന പള്ളികളിൽ സക്രാരി ഏറ്റവും പ്രധാന സ്ഥാനത്ത് സെൻട്രലാണ്, ഏറ്റവും സെൻട്രലൈസ്ഡ് ആയിട്ടാണ് പരമ്പരാഗതമായി സക്രാരി സ്ഥാപിക്കുക. കാരണം ആ പള്ളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണ് വിശുദ്ധ കുർബാനയാകുന്ന ദിവ്യകാരുണ്യ ഈശോയെ ഇരുത്തേണ്ടത്, ആരാധിക്കേണ്ടത്. അത് മാറ്റി, ഇന്നിപ്പോൾ അത് ഒരു സൈഡിലേക്ക് മാറ്റി. ഈ കുറച്ച് ദിവസം മുമ്പ് പോലും ഞാൻ ബാംഗ്ലൂർ ഒരു പള്ളി പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് സന്ദർശിക്കാനിടയായപ്പോൾ അതിനകത്ത് ആർക്കിടെക്റ്റുമാരെ ഒക്കെ വിസിറ്റ് ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു ഞാൻ പോയത്. അന്ന് തന്നെ അവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ ആ സക്രാരി സെൻട്രൽ തന്നെ വെക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ
സ്വാധീനിക്കാൻ പരിശ്രമിച്ചെങ്കിലും അൾട്ടിമേറ്റ്ലി സക്രാരി ഒരു സൈഡിലേക്ക് മാറ്റി അവിടെ അതിന് പകരം വേറെന്തൊക്കെയോ ഒരു സ്ഥാപിച്ചു. വേറൊരു പള്ളിയിൽ ഞാൻ കണ്ടത് ആ സക്രാരി ഇരുന്ന സ്ഥലം സക്രാരിയെ ഒരു സൈഡിലേക്ക് മാറ്റി, എന്നിട്ട് അവിടെ വെച്ചേക്കണു ആന്തൂറിയം പൂക്കളുടെ ഒരു മനോഹരമായ ബൊക്കെ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ എന്താ പറയുക വിശുദ്ധ ഭോജനത്തിനുള്ള മേശ നിർമ്മിക്കപ്പെട്ടത്. ബലിവേദിയിൽ നിന്നും എന്തായി മാറ്റി അന്ത്യ അത്താഴത്തിനെ അനുസ്മരിക്കുന്ന വിശുദ്ധ ഭോജനത്തിൻ്റെ ബലിയായി മാറി. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ പിന്നിൽ ഒരു കസേരയിടുക. അതൊരു സാധാരണ മേശയാണെന്ന് പ്രതീതി ജനിപ്പിക്കാൻ. അതിനെന്ത് ചെയ്യണം, കുർബാന കഴിഞ്ഞ് കുർബാന നമുക്കറിയാം പല കുർബാനകളിലും മെയിൻ സെലിബ്രൻ്റ് കുർബാന കമ്മ്യൂണിയൻ വിശുദ്ധ കുർബാന കൊടുക്കുന്ന സമയത്ത് ആ കസേരയിൽ ഇരുന്ന് വിശ്രമിക്കുന്നതാണ്. ഇതൊന്നും പരമ്പരാഗത കുർബാനയിൽ അനുവദനീയമായ കാര്യങ്ങളല്ല. ആ കുർബാന ആത്മായ സ്ത്രീകളുടെ കയ്യിലും സിസ്റ്റേഴ്സിൻ്റെ കയ്യിലും ആത്മായരുടെ കയ്യിലൊക്കെ കൊടുത്ത് അവരെ കൊണ്ട് അത് വിതരണം ചെയ്യുക. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെ നിന്ദിക്കുക, അവഹേളിക്കുക, ചവിട്ടി മെതിക്കുക. ഇത് കൈകളിലേക്ക് ഇടത് കൈയിലേക്കോ അവിടേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് വീഴുന്ന ഓരോ പൊടിയും യേശുവാണെന്നാണ് സഭയുടെ വിശ്വാസം. അതിനൊക്കെ അവസരങ്ങൾ കൊടുക്കുക. ബ്ലാക്ക് മാസുകാരൊക്കെ അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പോക്കറ്റിലിട്ട് കൊണ്ടുപോകാൻ എത്രയോ, ഞാൻ തന്നെ 4 പ്രാവശ്യം ഇത് പോക്കറ്റിലിട്ട് പോയവരുടെ അടുത്ത് നിന്ന് ഞാൻ തട്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കൈകളിൽ കൊടുക്കാനൊക്കെ ഇങ്ങനെയുള്ളൊരു പ്രബോധനമൊക്കെ കൊണ്ടുവരുന്നത് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. പരിശുദ്ധ കുർബാന എന്താണ് എന്നതിനേക്കാൾ പരിശുദ്ധ കുർബാന ആരാണെന്ന് നാം മനസ്സിലാക്കണം. ആ സത്താഭേദം വന്ന തിരുവോസ്തിയുടെ ഒരു പൊടി പോലും ജീവനുള്ള യേശു ക്രിസ്തുവാണെന്നും അത് താഴ്ത്തു വീണാൽ ആ യേശുവിനെ നമ്മൾ ചവിട്ടി മെതിക്കുകയാണെന്നും എന്നുള്ള അവബോധം ഒരു കത്തോലിക്ക വിശ്വാസിക്ക് ഉണ്ടാകേണ്ടതാണ്. ബലിയർപ്പണത്തിനിടയ്ക്ക് ഞാൻ മനസ്സിലാക്കിയത് പരമ്പരാഗതമായി 33 പ്രാവശ്യം കുമ്പിടണം എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ ഇപ്പോൾ വളരെ പരിമിതമായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മുമ്പ് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുള്ളത് കുർബാനയുടെ പള്ളിയുടെ നടുക്ക് 2 സെൻട്രൽ പോർഷൻ 2 അത് തിരിച്ചിട്ടുണ്ടാവും. 2 സൈഡിലും ആൾക്കാർ മുട്ടുകുത്തി ഭയഭക്തിയോടെ നാവിലാണ് അവർ സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ നാവ് നീട്ടിയാൽ നാവിൽ കൊടുക്കൂല. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് COVID-19 ഭയം, കയ്യിലെടുക്കുന്നത് യേശുക്രിസ്തുവാണെന്നും ആ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നമ്മളെ സൗഖ്യപ്പെടുത്തുന്നു എന്ന് പ്രഘോഷിച്ചവർ പോലും ഇപ്പോൾ അത് കൈകൊണ്ട് തൊടാൻ ഭയപ്പെടുന്നു. അതിന് ഗ്ലൗസും അതിന് നാവിൽ കൊടുക്കാതിരിക്കുന്നു, കൈകളിൽ ഇട്ടുകൊടുക്കുന്നു, മിഷൻ ഉപയോഗിക്കുന്നു. എന്തെല്ലാം തരത്തിലാണ് പരിശുദ്ധ കുർബാന ഇന്ന് അവഹേളിക്കുന്നത്, പരിശുദ്ധ കുർബാനയോട് അനാദരവ് കാണിക്കുന്നത്. തിരുസഭ കലണ്ടറിൽ നിന്ന് ഒന്നൊന്നായി വിശുദ്ധരുടെ തിരുനാളുകൾ മാറ്റുക, പ്രധാനപ്പെട്ട പല വിശുദ്ധരുടെയും എന്തിനു പറയണു കുർബാനയുടെ തിരുനാളും ക്രിസ്തുരാജൻ്റെ തിരുനാളും പോലും ഇന്ന് സഭയിൽ അതൊരു പ്രധാനപ്പെട്ട ഒരു ആഘോഷമേ അല്ല, അത് അറിയാതെ കടന്നു പോകുന്ന തിരുനാളുകളാണ്. ദേവമാതാവ് പരിശുദ്ധ കന്യകാമറിയം ദേവമാതാവാണെന്ന് സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കൂടിയ സുനോദോസാണ് എഫേസസ് സുനോദോസ്. കൗൺസിൽ ഓഫ് എഫേസസ് AD 431. മേരി ഈസ് തിയോട്ടക എന്ന് പ്രഖ്യാപിച്ചു ആ കൗൺസിലിൽ. ജാനുവരി 1 ദേവമാതാവിൻ്റെ ഫീസ്റ്റായി നിശ്ചയിക്കപ്പെട്ടു. പക്ഷേ ഇന്നും കേരളത്തിലെ നല്ലൊരു ശതമാനം പള്ളികളിലും പ്രത്യേകിച്ച് സീറോ മലബാർ പള്ളികളിൽ ജനുവരി 1 ദേവമാതാവിൻ്റെ ഫീസ്റ്റാണെന്ന് സൂചന പോലും ഇല്ല. കലണ്ടറുകളിൽ അങ്ങനെ ഒന്ന് രേഖപ്പെടുത്തിയിട്ടേ ഇല്ല.
അടുത്ത് 13 നമുക്ക് സുവിശേഷം ഇപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ, ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ വിശുദ്ധ എന്ന പദം ഒഴിവാക്കുക. അത് നടപ്പിലായി. ഇന്ന് നമ്മൾ കുട്ടികളെ ലേഖനം വായിക്കുമ്പോൾ അവരോട് പറഞ്ഞേക്കണേ, ലൂക്കാ എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ, വിശുദ്ധ ലൂക്ക എന്ന് പറയാൻ പാടില്ല. ആരോ നിയമം ഉണ്ടാക്കിയേക്കണ പോലെയാണ്. ഇത് ആരാ പഠിപ്പിക്കണേ? വളരെ അതിശയകരമാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ വിശുദ്ധരോടുള്ള ബഹുമാനം ഇല്ലാതാവും. അതിനെക്കുറിച്ച് പല നീതീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഇഷ്ടം പോലെ അല്ലേ, വ്യാഖ്യാനക്കാരല്ലേ ഇന്ന് സഭയിൽ നിറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിനോട് സാമ്യം വരുന്നതുവരെ കത്തോലിക്ക ബൈബിൾ എന്ത് ചെയ്യണം? പുതുക്കി അത് കളഞ്ഞ് ഇത് കളഞ്ഞ് പല ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഉദ്ധരിക്കാം. ഉൽപ്പത്തി 3:15 അവൾ അവൻ്റെ തല തകർക്കും എന്നാണ്. 3:15 പരിശുദ്ധ കന്യകാമറിയം സാത്താൻ്റെ തല തകർക്കും എന്നാണ് വോൾഗേറ്റ് ആദ്യത്തെ പരിഭാഷ, ലത്തീൻ ഭാഷയിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ട ബൈബിളിൽ ലാറ്റിൻ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നത്. ഇക്കാര്യം പരിശുദ്ധ അമ്മ തന്നെ മരിയൻ മോമെൻ്റ് ഓഫ് പ്രീസ്റ്റിൻ്റെ സന്ദേശങ്ങളിൽ 479 സന്ദേശത്തിൽ മാതാവ് വ്യക്തമാക്കുന്നുണ്ട്. ആ വചനം എങ്ങനെയാണ്? അവൾ അവൻ്റെ തല തകർക്കും. അത് മാറ്റി ഇപ്പോൾ അവൻ തകർക്കും എന്നാക്കി മാറ്റി. 14 വ്യക്തിപരമായ പ്രാർത്ഥനാ പുസ്തകങ്ങൾ നശിപ്പിക്കുക. തിരുഹൃദയ ലുത്തിനിയ, പരിശുദ്ധ ദേവമാതാവിനോടുള്ള ലുത്തിനിയ, വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള ലുത്തിനിയ, ശുദ്ധീകരണാത്മാക്കളുടെ ലുത്തിനിയ. അതുവഴി പരിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിന് മുമ്പും പിമ്പുള്ള പ്രാർത്ഥനകളൊക്കെ നമുക്ക് തടയാൻ പറ്റും. പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള നന്ദി പ്രകാശനവും അതുവഴി ഇല്ലാതാക്കാൻ പറ്റും. അടുത്തത് 15 നമുക്ക് നോക്കുകയാണെങ്കിൽ മാലാഖമാരുടെയും രൂപങ്ങളും ചിത്രങ്ങളും മാറ്റുക. എന്തിന്? നമുക്ക് ചുറ്റും ശത്രുക്കളുടെ ചിത്രങ്ങളും രൂപങ്ങളും മാലാഖമാർ വെറും സാങ്കല്പിക കഥാപാത്രങ്ങളാണെന്ന് പറഞ്ഞ് പരത്തുക. 16 വൈദികർക്ക് ഭൂതോച്ചാടത്തിനായുള്ള പ്രത്യേക പട്ടം നിർത്തലാക്കാൻ തീവ്രമായി പരിശ്രമിക്കുക. അത് 1972 വത്തിക്കാൻ II തുടർച്ചയായി 1972 അത് നടപ്പിലാക്കി. ഇന്നിപ്പോൾ ഒരു രൂപതയിൽ ഒരു എക്സോർസിസ്റ്റ്, ഭൂതോച്ചാടകനായ ഒരു വൈദികരുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. സാത്താൻ ഇല്ല എന്ന് പഠിപ്പിക്കുക. സാത്താനെ ബഹിഷ്കരിക്കുന്ന പ്രാർത്ഥനകൾ മന്ത്രവാദികൾ നടത്തുന്ന നിസ്സാര ജൽപ്പനങ്ങൾക്ക് തുല്യമാണെന്ന് പഠിപ്പിക്കുക. അതൊന്നും ആവശ്യമില്ലാത്തതാണെന്നും സാത്താൻ ഒരു സങ്കല്പം മാത്രമാണെന്നും തിന്മയെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്ന ബൈബിളിലെ ഒരു വാക്ക് മാത്രമാണെന്നും പറഞ്ഞു പഠിപ്പിക്കുക. ഇന്ന് ഈ സൈക്കോളജിയും സൈക്കോട്രിസ്റ്റുമാരും ഡെപ് സൈക്കോളജിയും പാരാസൈക്കോളജിയും ഹിപ്നോട്ടിസവും വൈറ്റ് മാജിക്കും ഒക്കെ പഠിക്കാൻ പോണ ബഹുമാനപ്പെട്ട വൈദികർ പറയുക ഒന്നും ഇല്ല എന്നാണ്, സാത്താൻ ഇല്ല എന്നാണ്. ഒരു കഥ എഴുതുമ്പോൾ അതിനകത്തൊരു വില്ലൻ വേണമല്ലോ. അപ്പോൾ ആ വില്ലൻ്റെ ഒരു സാങ്കല്പിക കഥാപാത്രമാണ് സാത്താൻ എന്നാണ് ഇന്ന് പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. അതുവഴി സാത്താനില്ലെങ്കിൽ പിന്നെ എന്തില്ല? നരകവുമില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ കുട്ടികൾക്ക് നരകം കാണിച്ചു കൊടുത്തത്. നരകം യാഥാർത്ഥ്യമാണ്. കാരണം ദേവശാസ്ത്രജ്ഞന്മാർ പഠിപ്പിച്ച് എന്തായി, നരകമൊന്നുമില്ല എന്ന അവസ്ഥയിലേക്ക് കത്തോലിക്കരെ വളർത്തിക്കഴിഞ്ഞു. അങ്ങനെ സാത്താനും ഇല്ല, നരകവും ഇല്ല. പിന്നെ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. 17 യേശുക്രിസ്തു വെറും ഒരു മനുഷ്യൻ മാത്രമായിരുന്നു എന്ന് പഠിപ്പിക്കുക. യേശുക്രിസ്തു ആര്യൻ പാഷാണ്ഡത, നിത്യാസുനോദോസ് കൂടിയത് ഈ പാഷാണ്ഡതയെ തള്ളിക്കളയാനായിരുന്നു. പക്ഷേ അതിൻ്റെ സ്വാധീനം ഇന്നും ആ പാഷാണ്ഡികൾ ഇന്നും സഭയിലുണ്ട് എന്നുള്ളതാണ്. യേശു ജനിച്ചപ്പോൾ മുതൽ
മരണം വരെ വെറും മനുഷ്യനായിരുന്നു. ഈയിടെ വരെ നമ്മളെ സഭ നയിക്കുന്നവർ പറയുന്നത് നമ്മൾ കേട്ടു. ആമസോൺ സിനഡിലൂടെ ആര്യൻ പാഷാണ്ഡത പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇതൊക്കെ നമ്മളുടെ ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. യേശുവിന് സഹോദരന്മാരുണ്ടായിരുന്നു എന്നും എന്നൊക്കെ പഠിപ്പിക്കുക. യേശുവിന് സഹോദരന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ശേഷം? പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധിയെയും നിത്യകന്യകാത്വത്തെയും അമലോത്ഭവത്തെയും എല്ലാം നിന്ദിക്കുന്ന കാര്യങ്ങളാണെന്ന് കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. യേശു ഒരു ലിബറേഷനിസ്റ്റായിരുന്നു, എന്താ പറയുക, ഒരു തീവ്രവാദിയായിരുന്നു, അന്നത്തെ വ്യവസ്ഥകളെ വിമർശിക്കുന്ന ഒരു വിമർശകനായിരുന്നു എന്നും ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുക. വേശ്യകളുടെ, പ്രത്യേകിച്ച് മഗ്ദലന മറിയം പോലെയുള്ളവരുടെ കൂട്ടുകെട്ട് യേശുവിന് വളരെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക. നമുക്കറിയാം. പഠിപ്പിച്ച് ദാവിഞ്ചി കോഡ് എന്ന ഒരു മഹാപുസ്തകവും ഒരു സിനിമയും അതേ പ്രതി ഇറങ്ങി യേശുവിനെ അവഹേളിക്കുന്നതിൻ്റെ ഉച്ചകോടി. അതും നമ്മളുടെ കത്തോലിക്ക ബുക്ക് സ്റ്റാളുകളിൽ വിൽക്കുക എന്നെല്ലാം നടന്നത് നമുക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. 18 കന്യാസ്ത്രീകളുടെ ദൈവവിളി നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ ശാരീരിക സൗന്ദര്യത്തെപ്പറ്റി വർണ്ണിക്കുക, പുകഴ്ത്തിപ്പറയുക, തങ്ങളുടെ ശരീരത്തിൻ്റെ വടിവും സൗന്ദര്യവും തടയുന്നത് കത്തോലിക്ക വിശ്വാസമാണെന്നും തങ്ങളതിൽ അസംതൃപ്തരാണെന്നും വരുത്തി തീർക്കുവാൻ വേണ്ടി സന്യാസ വസ്ത്രം മാറ്റി ആത്മായ വസ്ത്രം ധരിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇതിനെ പ്രോത്സാഹിപ്പിക്കണേ? വത്തിക്കാൻ II കഴിഞ്ഞോടെയൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർമാരിൽ കുറേ ആൾക്കാർ സാരി ഉടുക്കലും ഫ്രോക്ക് ഉടുക്കലും പല ഡ്രസ്സുകളൊക്കെ മാറി ശരീരത്തിൻ്റെ വടിവും ഇതെല്ലാം കാണിക്കുന്ന വസ്ത്രധാരണത്തിലേക്ക് മാറി. അവരതിൻ്റെ ടെക്നിക്ക്, അവരെന്തിനാണ് അത് ചെയ്തത്, അതിൻ്റെ പിന്നിൽ അവരുടെ ഒരു ഉദ്ദേശമുണ്ട്. ഈ ആത്മായ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ, ഈ സിസ്റ്റർമാർ ഹാബിറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ അരയിലുള്ള ബെൽറ്റിൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ സാത്താനെ ബന്ധിക്കുന്ന ചരടായ പരിശുദ്ധ ജപമാല അവരിട്ടിരുന്നു. ഇന്ന് ഈ പുതിയ മോഡേൺ ഡ്രസ്സിലേക്ക്, സാരിയും ഫ്രോക്കും ചുടിദാറിലേക്കും വന്നു കഴിഞ്ഞപ്പോൾ ഈ ജപമാലകളൊന്നും ധരിക്കുന്ന അവസ്ഥ മാറിപ്പോയി. ഇതാണ് സാത്താൻ്റെ ലക്ഷ്യം. അതാണ്. അതുവഴി വിശുദ്ധിയിൽ വളരാനുള്ള തീവ്രതയും പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണവും ഒക്കെ അവർക്ക് നഷ്ടപ്പെടുമെന്ന് സാത്താൻ അറിയാം. 19 മതബോധ ഗ്രന്ഥങ്ങളൊക്കെ നശിപ്പിക്കുക. മതബോധന അധ്യാപകർക്ക് എങ്ങനെ പരിശീലനം കൊടുക്കണം? ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യസ്നേഹത്തെക്കുറിച്ച് പറയാൻ അവരെ പഠിപ്പിക്കുക. മനുഷ്യനെ സ്നേഹിക്കുന്നത് ദൈവത്തിനെ സ്നേഹിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ അവരെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അതിലും അധികമാണെന്ന് പഠിപ്പിക്കുക. മറ കൂടാതെ സ്നേഹിക്കണമെന്ന് കുട്ടികളെ പഠിപ്പിക്കുക. ലൈംഗികത ഉണർത്തുവാൻ ഉതകുന്ന വാക്കുകൾ, അല്ലെങ്കിൽ എപ്പോഴും സംസാരത്തിൽ ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കുക. അതൊരു സാധാരണ ഭാഷയാക്കി ലൈംഗികത ഒരു മതമായി മാറുക. അതായത് ലൈംഗികത ദൈവദാനമാണെന്നും ലൈംഗികതയിലുള്ള അബറേഷൻസ്, അശുദ്ധിയും ആസക്തിയും അധമ വികാരങ്ങളും ഇതെല്ലാം ദൈവം തന്നതാണ്. അങ്ങനെ പഠിപ്പിക്കുന്നവരുടെ ദൈവം ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലാക്കിക്കോ. സാത്താനാണ് മനുഷ്യനിൽ അധമ വികാരങ്ങളും ഈവിൾ ഡിസയേഴ്സും അബറേഷൻസും സെക്ഷൽ പെർവേഷൻസും ഉണർത്തിയത്. ഇത് അവൻ്റെ കൂട്ടിച്ചേർക്കലാണെന്നാണ് ബൈബിൾ ശരിയായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷേ ഇന്ന് എന്തായി? അശുദ്ധിയുടെയും അധമ വികാരങ്ങളുടെയും ഉപജ്ഞാതാവ് ദൈവമാണെന്ന് പഠിപ്പിക്കുക. ഈ അശുദ്ധി അത് ദൈവം തന്നതാണെന്നും അതിൽ പാപമൊന്നുമില്ല. അതുവഴി എന്ത് സംഭവിച്ചു? 6-ാം പ്രമാണ ലംഘനമോ 9-ാം പ്രമാണ ലംഘനമോ ഒന്നും പാപമല്ലാതായി മാറി. കാരണം ഈ ലൈംഗികതയിലുള്ള വൈകൃതങ്ങളെല്ലാം ദൈവം തന്നതാണെന്ന് പഠിപ്പിച്ച് സൈക്കോളജിയിലൂടെയും ഡെപ്ത് സൈക്കോളജിയിലൂടെയും സൈക്കാട്രിക് കൗൺസിലിങ്ങിലൂടെയൊക്കെ പഠിപ്പിച്ച് എന്തായി? ഒരു ന്യൂ വേൾഡ് ഓർഡറിന്
കളമൊരുക്കി. കത്തോലിക്ക വിദ്യാലയങ്ങളെ ഇല്ലാതാക്കാൻ കന്യാസ്ത്രീകളുടെ ദൈവവിളികൾ തടസ്സപ്പെടുത്തുക, വെറുതെ ശമ്പളം പറ്റി സാമൂഹ്യ സേവകർ മാത്രമാണെന്ന് അവരെ ചിത്രീകരിക്കുക, അവരെ മുതലെടുത്തുകൊണ്ട് സഭ പണമുണ്ടാക്കുകയാണെന്നൊക്കെ പ്രചരിപ്പിക്കുക. 21 പോപ്പിൻ്റെ കീഴിലുള്ള യൂണിവേഴ്സിറ്റികൾ തകർത്തുകൊണ്ട് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുക. എന്നറിയാം, പോപ്പിൻ്റെ കീഴിലുള്ള പല യൂണിവേഴ്സിറ്റികളും ബെൽജിയം കാത്തലിക് യൂണിവേഴ്സിറ്റിയൊക്കെ ഒരു സെക്കുലർ യൂണിവേഴ്സിറ്റി ആയി മാറിക്കഴിഞ്ഞു. അതുപോലെ പലതും. അതുപോലെ കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളുടെ പേര് നമുക്കറിയാം, സെൻറ്റ് ജോൺസ്, സെൻറ്റ് സെബാസ്റ്റ്യൻ, സെൻറ്റ് ആൻ്റണീസ് സ്കൂൾ, സെൻറ്റ് ആൻ്റണീസ് ഓർഫനേജ്, ഇങ്ങനെയൊക്കെ പേരുകളുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള മാതാവിൻ്റെ പേരിലുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവിശുദ്ധമായ പേരുകളാക്കി മാറ്റുക, അല്ലെങ്കിൽ അതിനെ വത്തിക്കാൻ ടൂലെ സ്ട്രാറ്റജിയാണ്, എന്താ പറയുക, അംബിഗ്വസ് വാക്കുകൾ, അതിന് വേറെ തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന രീതികൾ, സ്കൂളുകൾക്ക് ഒരേ തരത്തിലുള്ള പേരുകൾ മാറ്റുക, സാംസ്കാരിക നിരൂപണത്തിൻ്റെ ചുവട് പിടിച്ച് പേരുകൾ മാറ്റുക. അമലോത്ഭവ മാതാവ് സ്കൂൾ, അമലോത്ഭവ മാതാവിൻ്റെ പേരിലുള്ള ഒരു സ്കൂളോ ഒക്കെ ആയിരുന്നെങ്കിൽ അതിനെ എന്താക്കി മാറ്റുക, നിർമ്മൽ ജ്യോതി സ്കൂൾ എന്നാക്കി മാറ്റുക, വിശ്വജ്യോതി സ്കൂൾ. ഇങ്ങനെ എന്താ പറയുക, ഇത് ഒരു ക്രിസ്ത്യൻ സ്ഥാപനമാണെന്ന് തിരിച്ചറിയരുത് എന്ന രീതിയിൽ ഉള്ള പേരുകൾ ഒക്കെ, വിശുദ്ധരുടെ പേരുമൊക്കെ മാറ്റി അങ്ങനെയുള്ള പേരുകൾ സ്ഥാപിക്കുക. പോപ്പിൻ്റെ സേവനങ്ങൾക്ക് പ്രായപരിധി ഏർപ്പെടുത്തുക. അതിനിപ്പോൾ നമുക്കറിയാം, 1971 പോളാറാമൻ മാർപ്പാപ്പ കർദിനാൾമാരുടെ വയസ്സ് 80 വയസ്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ കർദിനാൾമാർക്ക് വോട്ടവകാശമില്ലാത്തവരായിട്ട് മാറും. അതിൻ്റെയൊക്കെ പിന്നിൽ പല കാര്യങ്ങളുമുണ്ട്. കാരണം അന്നൊക്കെ 80 വയസ്സിന് മുകളിലുള്ള ഭൂരിഭാഗം കർദിനാൾമാരും ഹെർമനോട്ടിക് ഓഫ് കണ്ടിന്യൂറ്റിക്ക് വേണ്ടി നിലകൊണ്ടവരാണ്. കത്തോലിക്ക സഭയുടെ പരിശുദ്ധ പാരമ്പര്യം നിലനിർത്താൻ വാദിക്കുന്നവരായിരുന്നു. പോപ്പിൻ്റെ അധികാരത്തെ നിയന്ത്രിക്കാൻ അഥവാ വെട്ടിക്കുറയ്ക്കാനായിട്ട് ബിഷപ്പ് സിനഡ് ഉണ്ടാക്കുക. അതുണ്ടാക്കി കഴിഞ്ഞു. അതെന്തായി, ബിഷപ്പ് സിനഡിൽ നിന്നും പോപ്പ് നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം, ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ ബിഷപ്പ്മാരുടെ നിയന്ത്രിക്കുന്നതിന് വൈദികരുടെ കൗൺസിൽ രൂപപ്പെടുത്തുക, അതും സംഭവിച്ചു കഴിഞ്ഞു. വൈദികരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആത്മായരുടെ കൗൺസിലുകൾ ഉണ്ടാക്കുക. പ്രകാരം വെറുപ്പും വിദ്വേഷവും സഭയിൽ വളർത്തി കർദിനാൾമാർക്കെതിരെയും ബിഷപ്പ്മാർക്കെതിരായും, വൈദികർ ബിഷപ്പ്മാർക്കെതിരായും, ബിഷപ്പ്മാർ വൈദികർക്കെതിരായും, ആത്മായർ സഭയ്ക്കെതിരായും പ്രവർത്തിക്കുന്ന ഒരവസ്ഥ, സ്ഥിതിവിശേഷം ഉണ്ടാക്കുക, ജനാധിപത്യത്തിൻ്റെ ഓമന പേരിട്ടുകൊണ്ട്. അങ്ങനെ സംഭവിച്ചു. ദൈവാധിപത്യം ആയിരുന്ന കത്തോലിക്ക സഭ ജനാധിപത്യത്തിലേക്ക് വഴുതി വീണു. ജനാധിപത്യത്തിലൂടെ ദൈവം ആഗ്രഹിക്കാത്ത വ്യക്തികൾ കസേരകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള ദുർഭഗാവസ്ഥയൊക്കെ സഭയിലുണ്ടായി. വിശ്വാസികൾ വൈദികരെ ബഹുമാനിക്കാതിരിക്കാനുള്ള പ്രവണതകൾ വളർത്തുക. എന്തൊക്കെ പ്രവണതകളാണ്? വൈദികർ അവർ ദിവ്യബലിക്ക് ശേഷം സാധാരണ വ്യക്തികളുടെ വസ്ത്രവും ധരിച്ച് സമൂഹങ്ങളിലും മാർക്കറ്റുകളിലും മാളുകളിലൊക്കെ പോകുക. അപ്പോൾ വൈദികർ കൊടുക്കേണ്ട ബഹുമാനം ആരും കൊടുക്കുകയില്ല, വൈദികരാണെന്ന് തിരിച്ചറിയുകയില്ല. ആ വൈദികർക്ക് ലഭിക്കേണ്ട ബഹുമാനം ലഭിക്കാതെ വരുമ്പോൾ ദൈവവിളികൾ കുറയും. ഇതാണ് അവർ അതിൻ്റെ പിന്നിൽ അവർ ഉദ്ദേശിച്ചത്. അങ്ങനെ ഈ വൈദികർ രാഷ്ട്രീയ പാർട്ടികളിലും അന്യ സംഘടനകളിലൊക്കെ പ്രവർത്തനം മൂലം ദൈവവിളിക്ക്, ഒരു വൈദികനാകാനുള്ള ഒരു ആഗ്രഹം യുവാക്കൾ നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഒരു സ്ത്രീയുടെ പിന്നാലെ ദൈവവിളി ഉപേക്ഷിക്കുന്ന വൈദികരെ വാനോളം പുകഴ്ത്തുക, അവരെ ഒരു മാതൃക ദമ്പതികളാക്കി മാറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം ദൈവവിളികൾ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ള ഐഡിയ ഇവർ നടപ്പിലാക്കുന്നു. അങ്ങനെ സഭ വിട്ടു പോകുന്നവർ സഭയിൽ ഉള്ളിലുള്ള പീഡനം സഹിക്കാതെയാണ് അവർ പോകുന്നതെന്നും അവർ രക്തസാക്ഷിയാണെന്നൊക്കെ അവരെ ചിത്രീകരിക്കുക. അങ്ങനെ ശുദ്ധത പാലിക്കുന്ന വൈദികർ വെറും മണ്ടന്മാരാണെന്ന് വരുത്തി തീർക്കുക എന്നുള്ള ചിന്ത സകലരിലേക്കും പ്രചരിപ്പിക്കുക. അടുത്തത്, വൈദികരുടെ അഭാവം മൂലമാണെന്ന് പറഞ്ഞ് പള്ളികൾ അടച്ചുപൂട്ടുക, പള്ളികൾ വിൽക്കുക,
പള്ളികൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പണമില്ല എന്ന് പറഞ്ഞ് പണി വിൽക്കുക, പള്ളികൾ വാടകയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പള്ളി പലതരത്തിലും ഉപയോഗിക്കാനും വിട്ടുകൊടുക്കുക. ദൈവം എവിടെയും പ്രാർത്ഥന കേൾക്കും, പള്ളി വേണമെന്നൊന്നുമില്ല. നിങ്ങൾ വീടുകളിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം പ്രാർത്ഥന കേൾക്കും. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് കണ്ടൂടെ, നിങ്ങളുടെ വീട്ടിലിരുന്ന് കുർബാന കണ്ടാൽ മതി എന്നുള്ള ഒരു ഇതിനൊക്കെ തുടക്കം കുറിച്ചിട്ട് ദശാബ്ദങ്ങളായി. അടുത്ത ഒരു സ്ട്രാറ്റജി, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ, അതായത് വത്തിക്കാൻ II ശേഷം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ ഒരിക്കലും അംഗീകരിക്കരുത്. അത് സ്വീകരിക്കുന്നവരെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നവരാണെന്ന് മുദ്ര കുത്തുക. അതിനൊരിക്കലും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അതിൻ്റെ ഏറ്റവും ഉദാഹരണം നിങ്ങൾ എന്നെ ശ്രമിക്കുന്നവർക്കറിയാം. മെജുഗോറി, ഗർബന്ധാൽ, നമ്മുടെ നാട്ടിലെ തൊടുപുഴയിൽ ദൈവകരുണയുടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇതൊക്കെ ഒതുക്കി കഴിഞ്ഞു. മെജുഗോറിയൊക്കെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം ഇന്ന് യൂറോപ്പിൻ്റെ വാഷിംഗ് മെഷീൻ എന്നും ലോകത്തിൻ്റെ കുമ്പസാരക്കൂട് എന്നും അറിയപ്പെടുന്നു. എന്ന് വെച്ചാൽ പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്ത് ടൂറിസ്റ്റായി പോകുന്ന വ്യക്തികൾക്ക് പോലും പശ്ചാത്താപം ഉണ്ടായി കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഒരവസ്ഥ. ഗർബന്ധാൽ ഇന്നുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ലോകത്തിലെ പല രൂപതകളും അംഗീകരിച്ചു, പക്ഷേ സത്തന്തർ രൂപത, ഗർബന്ധാളിരിക്കുന്ന സത്തന്തർ രൂപതയിലെ ബിഷപ്പ് അംഗീകരിക്കാത്തത് കൊണ്ട് എന്താ കാരണം? ആ കുട്ടികൾക്ക് കൊടുത്ത സന്ദേശങ്ങളിൽ അനേകം വൈദികരും ബിഷപ്പ്മാരും കർദിനാൾമാർ നരകത്തിലേക്ക് പോകുന്നു എന്ന സന്ദേശം ഉണ്ടായിരുന്നു അത്രേ. അതുകൊണ്ട് ആ കുട്ടികളെ പരമാവധി പീഡിപ്പിക്കുകയും ആ സന്ദേശങ്ങൾക്ക് ഇന്ന് വരെ അംഗീകാരം നൽകിയില്ല. അവിടെ പരിശുദ്ധാമ്മ പറഞ്ഞത് ഫാത്തിമ സന്ദേശത്തിൻ്റെ തുടർച്ചയാണെന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, തൊടുപുഴയിൽ കർത്താവിൻ്റെ രണ്ടാം വരവിന് ഒരുക്കാനായി വന്ന ദൈവകരുണയുടെ മാതാവ് ലോകത്തെ ഒരു സ്ഥലത്തും കൊടുക്കാത്ത കർത്താവിൻ്റെ വരവിന് ഒരുക്കുന്ന സന്ദേശങ്ങളടങ്ങിയ തൊടുപുഴ സന്ദേശങ്ങൾ അതും ഒതുക്കിക്കളഞ്ഞു. അതും ഫാത്തിമ സന്ദേശം ലോകവും 70,000-ഓളം ജനങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് അംഗീകരിച്ച ഒന്നാണ് ഫാത്തിമ ദർശനവും ഫാത്തിമയിലെ സൂര്യാത്ഭുതവും ഫാത്തിമ സന്ദേശം. സഭ പഠിച്ച് അംഗീകരിച്ചതാണ്. എന്നിട്ട് പോലും ഫാത്തിമയിലെ മൂന്നാം സന്ദേശം ഇന്നുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്താ കാരണം? ഫാത്തിമ മൂന്നാം സന്ദേശത്തിൽ വ്യക്തമായിട്ട് മാതാവ് പറഞ്ഞിട്ടുണ്ട്, 60കളിൽ നടക്കാനിരിക്കുന്ന സുനോദോസ് വിശുദ്ധ കുർബാന ആരാധനക്രമങ്ങളെയും ശിഥിലീകരിക്കും. മാതാവ് മൂന്നാം സന്ദേശം 60ലാണ് കൊടുക്കാൻ പറഞ്ഞത്, സഭയ്ക്കും ലോകത്തിനും. സഭയ്ക്ക് കൊടുക്കണമെന്തിനാ? സഭ ഈ സന്ദേശം സ്വീകരിച്ച് ഈ കുർബാനയെ തകർക്കുന്ന ഫോൾസ് എക്യുമിനിസം സ്ഥാപിച്ച ഈ സുനോദോസ് സ്വർഗം ആഗ്രഹിക്കുന്നതല്ല എന്നാണ് അമ്മ വ്യക്തമാക്കിയത്. ഇന്നും ഫാത്തിമ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന വിമലഹൃദയത്തിൻ്റെ മക്കൾ അനേകം അന്വേഷണങ്ങളിൽ, അനേകം യാത്രകളിൽ മനസ്സിലാക്കിയുള്ള കാര്യം, ഇന്നും കേരളത്തിലെ ഇടവക തലത്തിൽ ഫാത്തിമ സന്ദേശങ്ങൾ എന്താണെന്നും ജനങ്ങൾക്ക് അറിയില്ല. അതിനോടൊരു നിസ്സംഗത പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നത് തന്നെ നിരുത്സാഹപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫാത്തിമ മൂന്നാം സന്ദേശത്തിൽ മാതാവ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യരൂപത്തിൽ സാത്താൻ സഭയ്ക്കുള്ളിൽ കയറുവാൻ. പരിശുദ്ധാമ്മ വൈദികർ കൊടുത്ത സന്ദേശത്തിൽ 406-ാമത്തെ സന്ദേശത്തിൽ പറയുന്നത്, ത്രൂ ദ എക്ലിസാസ്റ്റിക്കൽ മസണറി സൈത്തൻ വിൽ എൻറ്റർ ഇൻ ടു ദ സമ്മിറ്റ് ഓഫ് ദ ചർച്ച്. പൗലോസ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് താൻ ദൈവമാണെന്ന് പറഞ്ഞ് അവൻ അവിടെ കസേരയിൽ കയറിയിരിക്കും എന്ന് പറഞ്ഞ വചനത്തെ കൂട്ടിയതാണ് പരിശുദ്ധാമ്മ പറഞ്ഞത്. മനുഷ്യരൂപത്തിൽ സാത്താൻ സഭയ്ക്കുള്ളിൽ പ്രവേശിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഫാത്തിമ മൂന്നാം രഹസ്യം സഭ ഇതുവരെ ജനങ്ങൾക്ക് കൊടുക്കാതിരുന്നത്. 2000-ൽ കൊടുത്തു എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ കൊടുത്ത ഫാത്തിമ മൂന്നാം രഹസ്യമല്ല, അതിനെ വ്യാഖ്യാനിച്ച് ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ സന്ദേശമാണ്. അവർ അടുത്ത പദ്ധതി അവർ നടപ്പിലാക്കിയത് വത്തിക്കാൻ ക്യൂരിയ പിടിച്ചെടുക്കുക. അതിനെന്താണ് സ്ട്രാറ്റജി? ഓരോ പോപ്പിനെ തിരഞ്ഞെടുക്കുമ്പോഴും ഭരണസമിതി അഴിച്ചു പണിതുകൊണ്ട് പുരോഗമനവാദികളെ കുത്തിക്കയറ്റുക. അങ്ങനെ ഏകദേശം 72 ആയപ്പോഴേക്കും വത്തിക്കാൻ ക്യൂറിയ അവർ പിടിച്ചെടുത്തു. ഫ്രീമാസൺകാരുടെ നിയന്ത്രണത്തിലായി. പ്രൊട്ടസ്റ്റന്റ് ജൂത വിഭാഗങ്ങളെ കത്തോലിക്ക സഭയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന വാദമുഖത്തോടെ
ബിഷപ്പ്മാരിൽ നിന്ന് ഒരു ആൻറ്റി പോപ്പിനെ തിരഞ്ഞെടുക്കുക. അനേകം പേരുകൾ നിർദ്ദേശിക്കപ്പെടുന്നവരിൽ നിന്നും ഒരു ഒത്തുതീർപ്പിലെന്ന വ്യാജേനെ ഒരു ആൻറ്റി പോപ്പിനെ തിരഞ്ഞെടുക്കുക. 1958 ഇലക്ഷനെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ കർദിനാൾ സിരി ഗ്രിഗറി 17 നാമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ ഫ്രാൻസിലെ കർദിനാൾമാരും പല കർദിനാൾമാരും ആ തെരഞ്ഞെടുപ്പ് അംഗീകരിച്ചില്ല. അങ്ങേരെ ഭയപ്പെടുത്തിയും നിർബന്ധമായും അതിൽ നിന്നും ഒഴിവാക്കി. മോഡേണിസം പഠിപ്പിച്ച് സസ്പെൻഡ് ചെയ്യപ്പെട്ട് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട കർദിനാൾ റംഗോളി ഇസ്താൻബുളിലായിരുന്നു. ആൾ ഇതിൽ വന്ന് മാർപ്പാപ്പ സ്ഥാനം ഏറ്റെടുത്തു. ഇങ്ങനെ പോകുന്നു കത്തോലിക്ക സഭയെ തകർക്കാനുള്ള ഫ്രീ മാസണറിയുടെ ആശയങ്ങൾ. അതൊക്കെ അവർ പ്രായോഗികമായിട്ട് നടപ്പിലാക്കി കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്തത് 2-3 ക്ലാസ്സുകളിൽ ചെറിയ കുട്ടികൾക്ക് കുമ്പസാരമില്ലാതെ കുർബാന കൊടുക്കുക. കൊച്ചു കുട്ടികളാണ്, അവർ നിഷ്കളങ്കരാണ് എന്ന് പറഞ്ഞ് കൊടുക്കുക. പിന്നീട് അവർക്ക് കുമ്പസാരം എന്നൊരു ശീലം ഉണ്ടാവില്ല. അങ്ങനെ കുമ്പസാരം എന്ന കുദാശ തന്നെ ആവശ്യമില്ലാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. പരിശുദ്ധ കന്യാമറിയവും ഈശോയൊക്കെ പറയുക, കുമ്പസാരത്തിൽ പറയാത്ത പാപങ്ങളുടെ മണമേറ്റ് ഭൂമി സന്ദർശിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ പോലെയാണ് ഇന്ന് ഭൂമിയുടെ അവസ്ഥ എന്ന്. ഇത് ആത്മാരുടെ കാലഘട്ടമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് വത്തിക്കാൻ II തന്നെ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. റോയൽ പ്രീസ്റ്റ്ഹുഡും ഓർഡൈൻഡ് മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡും തമ്മിലുള്ള ഡിഫറൻസിനെ ആശയക്കുഴപ്പമുണ്ടാക്കി. ആത്മാര് വാക്താക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന നൽകുന്നതിനും പ്രത്യേകിച്ച് സ്ത്രീകളെ നിയോഗിക്കാനുള്ള പദ്ധതികളിട്ടു. അതിൻ്റെ അവരോട് എന്ത് പറയണം, നിങ്ങൾ ഈ പരിശുദ്ധ കുർബാന കൈകളിൽ കൊടുക്കാൻ അനുവാദം കൊടുത്തു. വത്തിക്കാൻ II നമുക്കറിയാം പ്രൊട്ടസ്റ്റന്റുകാർ ചെയ്യുന്നത് പോലെ അന്തിമ അത്താഴത്തിൻ്റെ വിശുദ്ധ ഭോജനാചരണം കൈകളിൽ ബ്രെഡും വീഞ്ഞും കൊടുക്കുന്ന ഒരവസ്ഥ കൈകളിൽ കൊടുക്കാനായിട്ട് പൗൾ 6 മാർപ്പാപ്പ അനുവാദം കൊടുത്തു. ജർമ്മനിയും ഹോളണ്ടും അതുപോലെ പ്രൊട്ടസ്റ്റന്റ് സ്വാധീനമുള്ള രാജ്യങ്ങളിൽ അവരെ പ്രീതിപ്പെടുത്താൻ ഫോർ എ ഫോൾസ് എക്യുമെനിസത്തിന് വേണ്ടി അവിടെ അത് തുടങ്ങി. പിന്നെ ലോകമെമ്പാടുമുള്ള രൂപതകളിൽ അതാത് രൂപതാധ്യക്ഷന്മാർ ഒരു സ്ഥലത്ത് നാവിൽ കൊടുക്കാനും ഒരു സ്ഥലത്ത് കയ്യിൽ കൊടുക്കാനും, അല്ലെങ്കിൽ നാവ് നീട്ടുന്നവർക്ക് നാവിൽ കൊടുക്കാനും കൈ നീട്ടുന്നവർക്ക് കൈ കൊടുക്കാനും, ഇങ്ങനെയൊക്കെ ഉള്ള എന്താ പറയുക, ബിഷപ്പ്മാർക്കെതിരായും കർദിനാളെതിരായും ബാബേൽ ടവർ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ഫ്രീമാസൺ അജണ്ട അങ്ങനെ അതുവഴി നടപ്പിലാക്കി ദിവ്യകാരുണ്യ ഈശോയെ കൂടുതൽ നിന്ദാപമാനത്തിന് കളമൊരുക്കി. ഇനി അടുത്ത നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, വെളിപാട് 13:18 പറയുന്ന പോലെ മൃഗത്തിൻ്റെ അടയാളം സ്വീകരിക്കാനായിട്ട് ഇന്ന് ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അതിലും ഇന്ന് ഇത് സ്വീകരിക്കാനായിട്ടുള്ള ഉപദേശങ്ങളാണ് ഇന്ന് നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇത് നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നൊക്കെയാണ് പറയുക. പക്ഷേ ബൈബിളിൽ പറയുന്നത് ഈ അടയാളം നമ്മൾ സ്വീകരിച്ചാൽ നമ്മൾ എന്നേക്കുമായി നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുമെന്ന്. അത് സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ഇന്ന് സഭാ നേതൃത്വത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത്. അങ്ങനെ ഒരു ഏകലോക ഏകമത സ്ഥാപനത്തിന് വഴിയൊരുക്കുക, അതുവഴി ഫോൾസ് മെസ്സയ, തെറ്റായ മിശിഹാവാദം CCC 675 പറയുന്ന തെറ്റായ മിശിഹാവാദത്തിന് വഴിയൊരുക്കുക. സാത്താൻ്റെ പുത്രനായ എതിർ ക്രിസ്തു താനാണ് നിങ്ങൾ കാത്തിരിക്കുന്ന മിശിഹായ എന്ന് പറഞ്ഞ് രംഗപ്രവേശം ചെയ്യുക, അവനെ ഔദ്യോഗികമായി പരിചയപ്പെടുത്തുക. അവനത് തെസ്സലോനിക്കർക്കുള്ള ലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ ആകാശത്ത് തീയിറക്കുകയും വലിയ അത്ഭുതങ്ങളും പ്രവർത്തിച്ച് താനാണ് നിങ്ങൾ കാത്തിരിക്കുന്ന മടങ്ങി വരുന്ന ക്രിസ്തു എന്ന് പറഞ്ഞ് വിശ്വാസികളെ കബളിപ്പിക്കുക. അങ്ങനെ ഭൂരിഭാഗം വിശ്വാസികളെ സക്കറിയായുടെ പ്രവചനത്തിൽ പറയുന്ന പോലെ 2/3 ഭാഗം ദേശവാസികൾ വിച്ഛേദിക്കപ്പെടും എന്ന പ്രവചനം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി കളമൊരുക്കിക്കൊണ്ടിരിക്കുന്ന, വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് നാം ജീവിക്കുന്നത് എന്ന് എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം. കത്തോലിക്ക സഭയുടെ സത്യപ്രബോധനങ്ങളെ
സത്യവിശ്വാസത്തെ, പരിശുദ്ധ പാരമ്പര്യങ്ങളെ, വിശുദ്ധ കുർബാന യേശുവിൻ്റെ ശാരീരിക സാന്നിധ്യമാണെന്ന ബോധ്യത്തെ, നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന് ജന്മം നൽകിയ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നിത്യ കന്യകാത്വത്തെയും അമലോത്ഭവത്തെയും പരിശുദ്ധ അമ്മയുടെ സംബന്ധിക്കുന്ന ഡോഗ്മകളെയും സംരക്ഷിക്കുന്ന കത്തോലിക്ക വിശ്വാസികൾ ഉണരേണ്ട സമയമാണ്. യുഗാന്ത്യ പ്രവചനങ്ങൾ അക്കമിട്ടുകൊണ്ട് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ശുദ്രസഭയും സത്യസഭയും വേർതിരിയാനുള്ള നിമിഷങ്ങളിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. CCC 675 പറയുന്നത്, മനുഷ്യരുടെ പ്രശ്നത്തിന് പരിഹാരവുമായി അവൻ ദൈവപുത്രനെ പോലെ പ്രത്യക്ഷപ്പെടും. അതിന് വിശ്വാസികൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് CCC 675 എഴുതിയിരിക്കുന്നു. കാരണം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും പ്രശ്നം, രാജാവിൻ്റെയും പ്രശ്നം, മന്ത്രിയുടെയും പ്രശ്നം, ഡോക്ടറിൻ്റെയും പ്രശ്നം, നഴ്സിൻ്റെയും പ്രശ്നം, സാധാരണക്കാരൻ്റെയും പ്രശ്നം, ക്രിസ്ത്യാനിയുടെയും പ്രശ്നം, എല്ലാ മതക്കാരുടെയും പ്രശ്നമായി ആണ് ഇന്ന് ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യരുടെയും പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ദ പീസ് ഫോർമുലയുമായി അവൻ രംഗപ്രവേശം ചെയ്യും. പക്ഷെ അവൻ വരുമ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ആ നിയമനിഷേധിയുടെ ആഗമനം? പൗലോസിനെ വ്യക്തമായി തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആ ദിനത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാകും. എന്താണ് കത്തോലിക്ക സഭയുടെ വിശ്വാസം എന്ന് ഈ നിമിഷത്തിൽ നമുക്കൊന്ന് പുനർചിന്തിക്കണം. കത്തോലിക്ക സഭയുടെ വിശ്വാസമാണ് പരിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ ഈശോയാണ്. അന്ന് യഹൂദരുടെ കൂടെ ഉണ്ടായിരുന്ന യേശു ഇന്ന് നമ്മുടെ കുർബാനയിൽ നമ്മളുടെ കൂടെ. അന്ന് യഹൂദർക്ക് യേശു ഇമ്മാനുവേലായിരുന്നു. ഇന്ന് നമുക്ക് ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ ഇമ്മാനുവേലായി നമ്മളുടെ കൂടെ ഉണ്ടാകുന്ന അവസ്ഥയാണ് വിശുദ്ധ കുർബാനയുടെ ആരാധനാ സമയം. കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, ആ കുർബാനയുടെ ചൈതന്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, ഇമ്മാനുവേൽ, കർത്താവ് നമ്മോട് കൂടെ. ആ വിശ്വാസത്തിന് ത്യാഗമുണ്ടാവും, അതിനുള്ള ഒരുക്കം, അതിനുള്ള തറക്കല്ലിട്ടു എന്ന് പറയാം വത്തിക്കാൻ II. അത് മെല്ലെ മെല്ലെ അപ്പം മുറുക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിക്ക് മുമ്പ് ആര്യൻ പാഷാണ്ഡതയെ ചൂട് പിടിച്ചുണ്ടായ നെസ്തോറിയൻ കുർബാനക്രമങ്ങളും എക്യുമെനിക്കൽ കുർബാനക്രമങ്ങളെല്ലാം ഇന്ന് ലോകത്ത് പല സ്ഥലങ്ങളിലും രഹസ്യമായും പരസ്യമായും നടന്നുകൊണ്ടിരിക്കുന്നു. പ്രൊട്ടസ്റ്റന്റിസത്തെ വാനോളം പുകഴ്ത്തുന്നു. ലൂഥറിൻ്റെ നാമത്തിൽ വത്തിക്കാനിൽ നിന്നും സ്റ്റാമ്പ് പുറപ്പെടുന്നു. എനിക്ക് തോന്നുന്നു അധികം താമസിയാതെ ലൂഥറിന് വിശുദ്ധനായും പ്രഖ്യാപിക്കപ്പെട്ടേക്കാം. പരിശുദ്ധ കന്യകാമറിയത്തെ 2 അടയാളമാണ് കത്തോലിക്ക സഭയുടെ 2 പില്ലറുകൾ. ഒന്ന് പരിശുദ്ധ കുർബാന, ഒന്ന് പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി. വത്തിക്കാൻ II പരിശുദ്ധ കന്യകാമറിയത്തെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് താഴ്ത്തി പാപിയാക്കി മാറ്റി. അപ്പോൾ മറിയത്തിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുന്ന രീതി അത് സംഭവിച്ചു കഴിഞ്ഞു. കുർബാന പരിഷ്കരിക്കപ്പെട്ട് ഇതാ നമ്മുടെ കൺമുമ്പിൽ അപ്പം മുറുക്കിലായി മാറുന്നു. ഇന്ന് കേരളത്തിൽ ബഹുമാനപ്പെട്ട പല സുവിശേഷ പ്രഘോഷകരും യൂണിഫോമിട്ട സുവിശേഷ പ്രഘോഷകരടക്കം പറഞ്ഞു കഴിഞ്ഞു, അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാചരണത്തിനായി വിശുദ്ധ ഭോജനം, രക്തബലിയല്ല, കാൽവരിയിൽ അർപ്പിച്ച രക്തബലി നമ്മൾ അർപ്പിക്കേണ്ട, ഓർമ്മയാചരണത്തിൻ്റെ വിശുദ്ധ ഭോജനമായി നമ്മളത് ആചരിച്ചാൽ മതി എന്നൊക്കെയുള്ള പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എട്ടും പൊട്ടും തിരിയാത്ത വിശ്വാസികൾ, കത്തോലിക്ക വിശ്വാസികൾ ആകെ പകച്ചിരിക്കുകയാണ്. അങ്ങനെ ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച നിരന്തര ദഹനബലി നിർത്തലാക്കപ്പെടും എന്ന പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ, എന്നെപ്പോൾ ശ്രമിക്കുന്നവർ. പരിശുദ്ധാമ്മ വ്യക്തമായി വൈദികർക്ക് സന്ദേശത്തിൽ 485-ാം സന്ദേശത്തിൽ പരിശുദ്ധാമ്മ പറയുന്നുണ്ട്, നിരന്തര ദഹനബലി, ദാനിയേലിൽ പറയുന്ന ദഹനബലി പരിശുദ്ധ കുർബാനയാണ്. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ നടക്കുന്ന പരിശുദ്ധ കുർബാനയിൽ യേശു കാൽവരിയിൽ അർപ്പിച്ച, എൻ്റെ തിരുക്കുമാരൻ കാൽവരിയിൽ അർപ്പിച്ച ബലിയാണ് പരിശുദ്ധ കുർബാന. സഭ പ്രൊട്ടസ്റ്റന്റ് വാദഗതിക്കാർ പറയും
അത് ബലിയല്ല, വെറും അന്ത്യത്താഴത്തിൻ്റെ ഭോജനമാണ്. അങ്ങനെ സഭ, കത്തോലിക്ക സഭ ഈ പ്രൊട്ടസ്റ്റൻ്റ് വാദഗതി സ്വീകരിക്കും. അങ്ങനെ പരിശുദ്ധ കുർബാന അമർത്തലാക്കപ്പെടും. അങ്ങനെ ദാനിയേൽ പ്രവചിച്ച ആ നിരന്തര ദഹനബലി നിർത്തലാക്കപ്പെടുമെന്ന തിരുവചനങ്ങൾ, ദാനിയേൽ 12:9 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന, അതിലേക്കുള്ള വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതാരാണ് ചെയ്യുക? അന്തിക്രിസ്തുവിൻ്റെ പ്രവേശനത്തോടുകൂടി, അവൻ്റെ പ്രത്യക്ഷീകരണത്തോടുകൂടി നടക്കാനിരിക്കുന്ന ഈ കാര്യം കത്തോലിക്ക വിശ്വാസികളെ, നിങ്ങൾ കണ്ണു തുറന്ന് ഇരുന്നില്ലെങ്കിൽ നിങ്ങൾ കബളിപ്പിക്കപ്പെടും എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ 13-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഈ പുതിയ കുർബാനക്രമം പഴയ കുർബാനക്രമത്തിൽ നിന്നും എന്തുമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഏതെല്ലാം തരത്തിൽ അത് തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ് 14-ാമത്തെ നമ്മളുടെ പരമ്പരയിലെ പ്രതിപാദന വിഷയം. അതിനായി കാത്തിരിക്കുക. Gloria Patri et Filio et Spiritui Sancto, sicut erat in principio et nunc et semper et in saecula saeculorum. Amen. Ave Maria. The Fatima Prayer. Domine Iesu, dimite nobis debita nostra, salva nos abi igne inferiori, perduc in celum, omnes animas, presertium esque misericordiae tuae maxime indigent. Amen. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന കേരളത്തിലെ വിശ്വാസ സമൂഹമേ, ലോകവിജ്ഞാനത്തിന്റെ തിരതലലിൽ ഗുരുവിനെ മറന്നുപോയവരുടെ പഠനങ്ങളാൽ ചിന്തകളിൽ അസ്വസ്ഥരാകേണ്ട. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. വാക്കുകളിലും വാചകങ്ങളിലും വിജ്ഞാന കസർത്തു നടത്തി പ്രമാണങ്ങൾ ലംഘിക്കാൻ ആരു തന്നെ പറഞ്ഞാലും അത് പാപമാണ്. യോഗ, റൈക്കി, പ്രാണിക് ഹീലിംഗ്, ഹോളിസ്റ്റിക് ഹീലിംഗ്, അക്വപങ്ക്ചർ തുടങ്ങി ന്യൂ ഏജ് ആത്മീയതകളോട് ക്രൈസ്തവന്റെ സമീപനം എന്താകണമെന്ന് തിരുസഭ നിഷ്കർഷിക്കുന്ന പഠനരേഖകളായ ഒറാസിയോനിസ് ഫോർമാസ്, ജീസസ് ക്രൈസ്റ്റ് ദ ബെയർ ഓഫ് ദ വാട്ടർ ഓഫ് ദ ലൈഫ് എന്നിവയുടെ മലയാള പരിഭാഷയുടെ 2-ാം ഭാഗം യേശുക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ വിപണിയിൽ എത്തിയിരിക്കുന്നു. ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു, ഈ കാലഘട്ടത്തിന്റെ വലിയ അനുഗ്രഹമാണിത്. പാലാരൂപതയുടെ സഹായമത്രാൻ അഭിവന്ദ് മാർ ജേക്കബ് മുരിക്കൻ പിതാവ് ഇങ്ങനെ പറഞ്ഞു, എല്ലാ അജപാലകരും സഭാംഗങ്ങളും വായിച്ചു പഠിക്കേണ്ട ഏറ്റവും അത്യാവശ്യമായ പുസ്തകമാണ് യേശുക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ. 1-ാം പതിപ്പിന്റെ പ്രകാശനം നിർവഹിച്ച അഭിവന്ദ്യ ജേക്കബ് മനത്തോടത്ത് പിതാവ് അവതാരികയിൽ ഇങ്ങനെ എഴുതി, ഈ കാലഘട്ടത്തിൽ ഒരു സാധാരണ ക്രിസ്തു വിശ്വാസിയുടെ മുന്നിലെ ചതിക്കുഴികൾ എന്തൊക്കെയാണ് എന്ന് യേശുക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ വ്യക്തമായി കാണിച്ചു തരുന്നു. എന്തെന്നാൽ പാപത്തെപ്പറ്റി ശരിയായ ആശയത്തെയും ക്രിസ്തുവിലൂടെയുള്ള പാപമോചനത്തിന്റെ ആവശ്യകതയെയും ന്യൂ ഏജിൽ കീഴ്മേൽ മറിക്കുന്നു. ഈ പുസ്തകത്തെപ്പറ്റി ആർച്ച് ബിഷപ്പ് എമിററ്റസ് മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് ഇങ്ങനെ പറഞ്ഞു, ക്രിസ്ത്യൻ പ്രാർത്ഥനയുടെ അതിർത്തി രേഖയും അതിർവരമ്പുകളും ഈ രേഖയിൽ പരിശുദ്ധ പാപ്പാമാർ കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട്. പുതിയ രീതിയിലുള്ള ധ്യാന രീതികൾ ആവിഷ്കരിക്കുന്നവരെ ശരിക്കും കണ്ണു തുറപ്പിക്കുന്നതാണ് യേശുക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ എന്ന പുസ്തകം. യേശുക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ എന്ന ഈ പുസ്തകത്തിന്റെ 2-ാം പതിപ്പ് ഇപ്പോൾ പോസ്റ്റ് വഴി ലഭ്യമാണ്. ഈ ഡോക്യുമെന്റിനെ ആധാരമാക്കി ബഹുമാനപ്പെട്ട വൈദികരും അൽമായ ശ്രേഷ്ഠരും എഴുതിയ ആർട്ടിക്കിൾസും നവയുഗ ആത്മീയതയും ക്രിസ്തീയ ആത്മീയതയും തമ്മിലുള്ള അന്തരങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങളും അടങ്ങിയ നവയുഗ ആത്മീയത എന്ന പുസ്തകവും ഇതിനോടൊപ്പം വാങ്ങി വായിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. യേശുക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ എന്ന പുസ്തകം അഥവാ
സഭയുടെ ഡോക്യുമെന്റ് വായിച്ചു മനസ്സിലാക്കാൻ നവയുഗ ആത്മീയത എന്ന ഈ ചെറു പുസ്തകം സഹായകമായിരിക്കും. ഈ പുസ്തകത്തിൻ്റെ വില 50 രൂപയും യേശുക്രിസ്തു ജീവജലത്തിൻ്റെ വാഹകൻ എന്ന പുസ്തകത്തിൻ്റെ ഒരു കോപ്പിക്ക് 200 രൂപയുമാണ് വില. കോപ്പികൾ ആവശ്യമുള്ളവർ 9474644577 എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും ആവശ്യമുള്ള കോപ്പികളുടെ എണ്ണവും വാട്സാപ്പ് മെസ്സേജായി അയക്കേണ്ടതാണ്. ഫോൺ വിളികൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ആവേ മരിയ 1944 സിസ്റ്റർ ലൂസിയ പകർത്തി എഴുതിയ ഫാത്തിമ മൂന്നാം രഹസ്യം സൂക്ഷിക്കപ്പെട്ടത് ഇവിടെ. 1960 മാത്രമേ ഈ രഹസ്യം മനസ്സിലാകൂ എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞെങ്കിൽ 1960 മുൻപ് ലോകത്തിലും തിരുസഭയിലും എന്ത് സംഭവിച്ചു? ഫാത്തിമ മൂന്നാം രഹസ്യത്തിൽ പറയുന്ന സ്വർഗം ആഗ്രഹിക്കാതിരുന്ന സൂനഹദോസ് ഏത്? ആരാധനാക്രമങ്ങളെ തന്ത്രപൂർവം തകർത്ത സൂനഹദോസ് ഏത്? ഈ തകർച്ച ആരു വഴി സംഭവിച്ചു? തിരുസഭയുടെ ഔദ്യോഗിക ഭാഷയായ ലാറ്റിൻ തകർക്കപ്പെട്ടതിന് പുറകിലെ രഹസ്യ അജണ്ട ഏത്? ഫാത്തിമ മൂന്നാം രഹസ്യത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയപ്പെടുന്ന 3 വ്യത്യസ്ത വ്യതിരക്ത വിശദീകരണങ്ങൾ ഏതെല്ലാം? ആരാണ് ഗ്രിഗറി 17 മാർപ്പാപ്പ? 1981 മെയ് 13 മുഹമ്മദ് അലി അഹ്ഗ എന്ന ഒരു വാടക കൊലയാളിയുടെ കയ്യിൽ നിന്നും ജോൺ പോൾ 2 മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റത് ഫാത്തിമയിലെ മൂന്നാം രഹസ്യത്തിൽ ഇടയ കുട്ടികൾ കണ്ട മാർപ്പാപ്പയുടെ രക്തസാക്ഷിത്വമാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു. എന്താണ് ഇതിലെ വൈരുദ്ധ്യങ്ങൾ? ഈ ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഫാത്തിമ മൂന്നാം രഹസ്യത്തിലെ ഇനിയും മറഞ്ഞിരിക്കുന്ന ഭാഗമേത്? ഫാത്തിമ മൂന്നാം രഹസ്യത്തിന്റെ കയ്യെഴുത്തു പ്രതി നശിപ്പിച്ചു കളഞ്ഞു എന്ന് ആധികാരിക സാക്ഷ്യങ്ങൾ. ഇതെല്ലാം സത്യമെങ്കിൽ സത്യത്തിൽ എന്താണ് ഫാത്തിമ മൂന്നാം രഹസ്യം? ഫാത്തിമ മൂന്നാം രഹസ്യത്തിന്റെ മറയ്ക്കപ്പെട്ടിരിക്കുന്ന കാതലായ ഭാഗങ്ങൾ ഏതെല്ലാം? ഈ പ്രസ്താവനകളുടെ എല്ലാം ആധികാരികമായ ഉറവിടങ്ങളേത്? ഇപ്രകാരമുള്ള അനേകം നിഗൂഢ രഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്ന ഫാത്തിമ മൂന്നാം രഹസ്യം ചുരുളഴിയുന്നു എന്ന പുസ്തകം കേരളത്തിലുടനീളം ലഭ്യമാണ്. മാത്രമല്ല ബാംഗ്ലൂർ, ബോംബെ, ഡൽഹി, കോയമ്പത്തൂർ, ഗോവ, ഗുജറാത്തിലെ ജാംനഗർ, ആന്ധ്രാപ്രദേശ് എന്നീ സ്ഥലങ്ങളിലും ഇന്ത്യക്ക് പുറത്ത് USA-യിലെ ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും, ഓസ്ട്രേലിയ, UAE, അയർലൻഡ്, ന്യൂസിലൻഡ്, വിയന്ന, UK എന്നിവിടങ്ങളിലും ലഭ്യമാണ്. കോപ്പികൾ ആവശ്യമുള്ളവർ 9447644577 എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും ആവശ്യമുള്ള കോപ്പികളുടെ എണ്ണവും വാട്സാപ്പ് മെസ്സേജായി പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ഈ പുസ്തകത്തിന്റെ വിതരണത്തിനായി ശുശ്രൂഷകരെ ആവശ്യമുണ്ട്. താല്പര്യമുള്ളവർ മേൽപ്പറഞ്ഞ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ആവേ മരിയ.